ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം തലവേദനയായി മാറിയ ഒരു ജീവി. അതാണ് പാറ്റ അഥവാ കൂറ. ഭൂമിയിലെ ഏറ്റവും പഴയ ഒരു കൂട്ടം അന്തേവാസികളാണ് പാറ്റകൾ. ഏകദേശം 250 മില്യൺ വർഷങ്ങൾക്കു മുൻപുള്ള കാർബോണിഫറസ് കാലഘട്ടം മുതലേ ഇവർ ഭൂമിയിലുണ്ട്. ഇതുവരെ ഏകദേശം 4500 ഇനം പാറ്റകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ മനുഷ്യവാസമുള്ളയിടത്ത് കാണുന്നത് ഏകദേശം 40 സ്പീഷീസുകളെയാണ്. ഇവരെല്ലാം പ്രശ്നക്കാരായ കീടങ്ങൾ അഥവാ പെസ്റ്റുകളാണ്. കയ്യിൽ കിട്ടുന്നതെന്തും കഴിക്കുന്ന ഒരു ഒമ്നിവോറസ് ഷഡ്പദമാണ് പാറ്റ. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ മുതലായ രോഗാണുക്കളെ കൊണ്ടു നടക്കുന്നവരാണിവർ. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരിനം പാറ്റയാണ് അമേരിക്കൻ കോക്ക്രോച്ച്. ഈ പാറ്റയുടെ ശാസ്ത്രീയ നാമം പെരിപ്ലനേറ്റ അമേരിക്കാന എന്നാണ്. ലോകത്ത് ചൂടും ആർദ്രതയുമുള്ള പ്രദേശങ്ങളിലെല്ലാം പാറ്റ ജീവിക്കുന്നു. ആഫ്രിക്കയാണ് ഇവരുടെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്നു. ആഫ്രിക്കയിൽ നിന്നും 16-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ വഴി ഇവർ പിന്നീട് അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് പതിയെ ലോകമെമ്പാടുമായി പാറ്റയുടെ സാമ്രാജ്യം പടർന്നു പന്തലിക്കുകയായിരുന്നു. മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു സോഷ്യൽ ഇൻസെക്റ്റ് പെസ്റ്റാണ് പാറ്റ. സ്കോട്ടോടാക്സിസ് അഥവാ തണലും ഇരുട്ടും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള ഷഡ്പദമായ കൂറ ആഹാരം യഥേഷ്ടം ലഭിക്കുന്ന ഈർപ്പമുള്ള ഇടങ്ങളിലാണ് ജീവിക്കുന്നത്. പഴയ പത്രക്കെട്ടുകളും ബുക്കുകളും പൊടിതട്ടി അടുക്കി വെക്കാൻ എടുക്കുമ്പോഴും അടുക്കളയിൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് കയറി നോക്കുമ്പോഴും എല്ലാം നമുക്കിവരെ കാണാം. സോവേഴ്സ് അഥവാ അഴുക്ക് ചാലുകളിലും ഇവരുണ്ട്. ഇത്തരം വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രോഗവാഹകരായ പാറ്റകൾ നിരവധി രോഗങ്ങൾക്കും അലർജിക്കും ആസ്മയ്ക്കും എല്ലാം കാരണമാകുന്നു. ഒരു വട്ടം 12 മുതൽ 16 മുട്ടകളോളം ഇടുന്നവരാണ് പെൺപാറ്റകൾ. വീട്ടിൽ പലയിടത്തുമായി ഇതുപോലെയുള്ള പാറ്റയുടെ മുട്ടകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടും ഇതെന്താണ് സംഗതിയെന്ന് പിടികിട്ടാത്തവരാണ് നമ്മളിൽ പലരും. ശരിക്കും ഈ പേഴ്സ് പോലെ ഇരിക്കുന്നത് ഒരു ഒറ്റ മുട്ടയല്ല, 12 മുതൽ 16 മുട്ടകളോളം അടങ്ങിയിരിക്കുന്ന പൂത്തിക്ക എന്ന് വിളിക്കുന്ന ഒരു സഞ്ചിയാണ്. 30 മുതൽ 60 ദിവസങ്ങൾ കൊണ്ടാണ് ഇവരുടെ മുട്ടകൾ വിരിയുക. ഈ മുട്ടകൾ വിരിഞ്ഞ് നിംഫ് പുറത്തു വരും. നിംഫ് വളർന്ന് മുതിർന്നൊരു പാറ്റയാകും. മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന നിംഫ് എന്ന ഘട്ടം കഴിഞ്ഞ് മുതിർന്ന ഒരു പാറ്റ ഉണ്ടായി വരാൻ ഏകദേശം 150 മുതൽ 360 ദിവസത്തോളം എടുക്കും. ഇതിനിടയ്ക്ക് ഇവർ 14 തവണ പടം പൊഴിക്കും. ഈ പ്രക്രിയയെ മോൾട്ടിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ ജീവിതചക്രത്തിൽ പ്യൂപ്പ എന്നൊരു ഘട്ടം ഉണ്ടാകാറില്ല. ഇത്തരത്തിൽ പ്യൂപ്പൽ സ്റ്റേജ് ഇല്ലാത്ത പാറ്റകളെ പോലെയുള്ള ഷഡ്പദങ്ങളെ ഹെമി മെറ്റബോളസ് ഇൻസെക്ട്സ് എന്നാണ് വിളിക്കുക. പൂമ്പാറ്റകളെ പോലെയുള്ള ഷഡ്പദങ്ങളുടെ ജീവിതചക്രത്തിൽ പ്യൂപ്പ എന്നൊരു ഘട്ടം കാണാൻ കഴിയും. ഇത്തരം ഷഡ്പദങ്ങളെ ഹോളോ മെറ്റബോളസ് ഇൻസെക്ട്സ് എന്നാണ് വിളിക്കുക. 100 മുതൽ 700 ദിവസം വരെ ജീവിച്ചിരിക്കുന്നവരാണ് പെരിപ്ലനേറ്റ അമേരിക്കാന എന്ന ഇനം പാറ്റകൾ. എത്ര വൃത്തിഹീനമായ സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരാണ് പാറ്റകൾ. ഇവർക്ക് ആഹാരമില്ലാതെ ഏകദേശം 30 ദിവസത്തോളം ജീവിക്കാൻ കഴിയുമത്രേ. വായുവില്ലാതെ ഏകദേശം 45 മിനിറ്റോളം ഇവർ ജീവിക്കും. മാത്രമല്ല ഏകദേശം 30 മിനിറ്റോളം വെള്ളത്തിനടിയിലും ഇവർക്ക് ചിലവഴിക്കാനാകും. ഇതൊക്കെ എന്ത്? തലയില്ലാതെ ഏകദേശം ആഴ്ചകളോളം ജീവിക്കുന്നവരാണത്രേ പാറ്റകൾ. തലയില്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കാൻ കഴിയാതെയാണ് പിന്നീട് ഇവർ ചാവുക. അപ്പോൾ പിന്നെ പാറ്റകൾ എങ്ങനെയാണ് ശ്വസിക്കുക? പാറ്റകൾക്ക് ശ്വാസകോശമില്ല. പാറ്റകളുടെ ശ്വസനം ട്രക്കിയൽ വെസൽസ് വഴിയാണ്. ട്രക്കിയൽ വെസൽസിലേക്ക് പ്രാണവായു എത്തുന്നത് ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ എമ്പാടുമുള്ള സ്പൈറക്കുലാർ വാൽവുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ തല പോയാലും ഇവർക്ക് ശ്വസിക്കാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവകാരിയായ ഒരു ജീവിയാണ് പാറ്റ. എങ്കിലും പല ശാസ്ത്രീയ പഠനങ്ങൾക്കും പാറ്റയെ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ കോക്ക്രോച്ച് എന്നറിയപ്പെടുന്ന പാറ്റയാണ് ബ്ലറ്റ ഓറിയന്റാലിസ്. ഈ പാറ്റയിൽ നിന്ന് ഒരു ഹോമിയോ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആസ്മയുടെ ട്രീറ്റ്മെന്റിനാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. ബ്ലറ്റ ഓറിയന്റാലിസ് മദർ ടിങ്ചർ എന്നാണ് ഈ മരുന്നിന്റെ പേര്. പൈറത്രോയിഡ്സ്, കാർബമേറ്റ്സ്, ഓർഗാനോ ഫോസ്ഫറസ് പോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് പാറ്റകളെ നിയന്ത്രിക്കാറുണ്ട്. എന്നാലും ഇതിനെയെല്ലാം അതിജീവിച്ച് പാറ്റകൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്.